അങ്ങനെ ഞങ്ങളും ചെറുതായിട്ട് വിഷുക്കണിയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം ചക്ക, മാങ്ങ, മത്തങ്ങ, തണ്ണിമത്തൻ എന്ന് വേണ്ട മുന്തിരി, ആപ്പിള് എല്ലാം കൂടി ഞങ്ങളും വെച്ചു. അപ്പൊ സമയം 1 മണി കഴിഞ്ഞു. എല്ലാരും വിഷുവൊക്കെ ആഘോഷിച്ചു, എൻജോയ് ചെയ്തു, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഭക്ഷണം കഴിക്കട്ടെ, 1 മണിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നേരുന്നു. ഇനി നമുക്ക് ഈസ്റ്റർ കാണാം. അങ്ങനെ ഞങ്ങളുടെ അങ്കമാലി പന്നി അടപ്പത്തിരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി അങ്കമാലി പന്നി ഫ്രൈ ആണ് ഞങ്ങളുടെ ഇന്നത്തെ വിഷുവിൻ്റെ ഒരു വിഭവം. വീട്ടിലെ നാടൻ കോഴി കറിയാണ്. കോഴിക്കറി എരിവ് കുറച്ച് പിള്ളേരുള്ളതുകൊണ്ട് എരിവ് കുറച്ച് കളറും കുറച്ചിട്ടാണ്. ആ ബീഫ് തളച്ചുകൊണ്ടിരിക്കുന്ന ആവി കണ്ട മനുഷ്യരെ. ബീഫാണ്, ബീഫ് പോത്ത് ആഹാ തിളച്ച് മറയുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ പാലട നമ്മള് വീട്ടിലുണ്ടാക്കിയത്. അതിന് പിന്നെ ഇവിടെ ഗോതമ്പ് അല്ലാണ്ട് വേറെ സാധനം ഉണ്ടാക്കാറില്ല. ഇന്ന് എന്റെ മകന്റെ താല്പര്യത്തിന് ഇഷ്ടത്തിന് വിട്ടതാണോന്ന് പാലട ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഇനി കഴിച്ചു നോക്കുമ്പോൾ റിസൾട്ട് പറയട്ടാ. ഞങ്ങളുടെ വീട്ടിലുണ്ടായ നാടൻ കോഴീനെ പാൽക്കറി വെച്ചത് അടിപൊളി. ഞങ്ങളുടെ അങ്കമാലി പന്നിക്കറി, റോസ്റ്റ്, പോർക്ക് ഫ്രൈ, ഇത് ഞങ്ങളുടെ ബീഫ് കറി, തക്കാളി, പൈനാപ്പിൾ, സവോള, സലാഡ്, ഇതിനു വേണ്ടി പൈനാപ്പിൾ, സർലാസ്, ക്യാരറ്റ്, സവോള കിട്ട, ഞങ്ങളുടെ തക്കാളി കിട്ട സർലാസ്, പാലടപ്പായസം, നല്ല കുത്തരിച്ചോറ്. സുഹൃത്തുക്കളെ, ഇത് പപ്പടം എന്തിനാന്ന് ഇറച്ചിയുടെ കൂടെ പപ്പടം എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷെ ഇറച്ചിയുടെ കൂടെ പപ്പടം അല്ല, ഞങ്ങള് പാലടയുടെ കൂടെ കഴിക്കാൻ വേണ്ടി മാത്രമാണ് പപ്പടം. ഞാലിപ്പൂവും പഴവും, പപ്പടം, പഴം, പായസം, പഴം. ആ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഇതിപ്പോ നമ്മുടെ പരശു അഭിനയാണ്. ഞങ്ങളൊരു വീഴ്ചയൊക്കെ വീണ്, സൈക്കിളിൽ നിന്നൊരു വീഴ്ച വീണ് കിടപ്പ് രോഗിയായതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവന് ഞങ്ങൾ കട്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അവൻ സ്കൂള് വീട്ടിൽ പിറ്റേ ദിവസം സൈക്കിൾ ഔട്ടി താഴെ പോയതാ. ഇടിഞ്ഞൊളിഞ്ഞ് വീണ് കാലൊരെണ്ണാട് ഒടിച്ച് ഇവിടെ കണ്ടാ ഫുൾ പ്ലാസ്റ്റിക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വലിയ പരിപാടികളൊന്നും ചെയ്തില്ല. അങ്ങനെ കിടക്കണേ, എങ്ങനെ ഒടിഞ്ഞേ? എങ്ങനെ സൈക്കിളിൽ നിന്ന് വീണേ? ബാക്കിലിരുന്നാ? എന്നിട്ട് എങ്ങനെ വീണു? സ്കിഡായി. അവിടെ ഒരു മെറ്റൽ ഉണ്ടായിരുന്നു, അപ്പൊ സ്കിഡായി. എന്റെ മോന്റെ വിഷുവായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല, സ്കൂൾ ബൂട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം അവൻ കാലൊടിഞ്ഞു, ഓപ്പറേഷൻ ചെയ്തു. സ്റ്റീൽ റാഡ് ഇട്ടേക്കാണ് കൊച്ചിന്. അപ്പൊ 5 ആഴ്ച റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ നാളെ അത് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം അവനെ കൊണ്ട് ആശുപത്രി പോകണം. അതായത് നാളെ ആശുപത്രി പോയി കഴിഞ്ഞിട്ട് വേണം, ഡോക്ടർ പറയും ഇനി എത്ര ആഴ്ച ഇടണം എന്നുള്ളത്. അപ്പൊ അത് കാരണം പുള്ളിക്ക് മറ്റുള്ളവരുടെ പോലെ ഈ കൊല്ലം എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന്റെ ദുഃഖവും പിന്നെ നോളോളി സങ്കടം, ഭയങ്കര സങ്കടമാണ്. പിന്നെ ആളുടെ കൈയൊക്കെ ഉണ്ടാകുന്നത് അച്ചിങ്ങ പോലത്തെ. തീറ്റ കൊടുക്കാൻ വെച്ചിട്ടല്ല കേട്ടോ, തിന്നാത്തന്നെയാണ്. കളി, വാശിയാണ് ഇവന്റെ മെയിൻ ഹോബി. സാറോ ഹാപ്പി വിഷു ചെയ്ത് എല്ലാവർക്കും പറയേ ഹാപ്പി വിഷു വരാമാലുണ്ടി. പറയേ ചൂട് വരത്തല്ലേ മാലൂട്ടിക്ക് എന്താ പറ ഹാപ്പി വിഷു. ഞങ്ങളുടെ അമ്മയാണ് ഇന്ന് ഭക്ഷണം വിളമ്പുന്നത്. ഞങ്ങൾക്ക് ഇത്ര സാധനങ്ങളുള്ളൂ. പിന്നെ അതിൽ ഞങ്ങള് 2-3 പേര് കുറവുണ്ട്. എന്റെ വൈഫ് കുറവുണ്ട്. പിന്നെ പെങ്ങള് വന്നില്ല, പെങ്ങളുടെ മനസ്സം മരിച്ചിരിക്കുന്നതുകൊണ്ട് വന്നില്ല. പിന്നെ എല്ലാവിധ കറികളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണു. അപ്പൊ എനിക്കുള്ള ചോറ് അമ്മ അവിടെ വിളമ്പിയിട്ടുണ്ട്.
സമ്മതിക്കണം. അബിയുടെ പപ്പടവും പാലടയും തമ്മിലുള്ള മസിൽ പിടുത്തമാണത്. അബിക്ക് എങ്ങനെയാണ് പാലടയോട് താല്പര്യം വന്നത്? എങ്ങനെയാ അബി? എല്ലാ വർഷം ഗോതമ്പ്. അപ്പൊ അതുകൊണ്ടാണ് പാലട ഈ തവണ പാലട മതി എന്ന് പറഞ്ഞു. അടുത്ത വർഷം സെമിയാകാം. അടുത്ത വർഷം സെമിയാകാം. പപ്പടം കൂടി അടിപൊളി. അപ്പൊ ഞങ്ങളുടെ മോനായി പാറു. അഭിനന്ദ എനിച്ചിരിക്കുകയാണോ? ഞങ്ങളുടെ മാളുകുട്ടി, എന്റെ പരശു, അമ്മ. അപ്പൊ ഞങ്ങളെല്ലാവരും ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാണുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കണി കണ്ടോ? കണി. അപ്പൊ അതെ ഒന്നുകൂടി കാണിച്ചു തരാം. കച്ചമ്പറ്, ബീഫ്, കോഴിക്കറി, പന്നി, മധുരത്തിന് പൈനാപ്പിള്, പിന്നെ അതെ സലാഡ്, ഇത്ര സാധനങ്ങൾ, പഴം, പപ്പടം, ഈ വക വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ കണ്ട. അപ്പൊ നിങ്ങളെല്ലാവരും പാലട ആദ്യമായിട്ടാണ് പാലട പായസം ഉണ്ടാക്കിട്ടോ. ഇപ്പം കാലം ഉണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ഗോതമ്പ് പായസം ഉണ്ടാക്കാറ്. ഞങ്ങളുടെ പാറു അല്ല മാളൂട്ടി കണ്ട. ഹായ് മാളൂട്ടി. ഹായ് ഹായ്. സുഖല്ലേ? സുഖാണോ? അതിനെന്ത് സുഖല്ലേ? ഹാപ്പില്ലേ? വിഷു ഇങ്ങനെ അടിച്ചു പൊളിച്ച ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടായി? കുഴപ്പമുണ്ടായില്ല. പാറൂട്ടി ഭക്ഷണം എങ്ങനെയുണ്ടായി? ഇതാരോ വെച്ചേ? ഉടക്കണം. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് മഴയായി പായസം പപ്പടവും? സൂപ്പറാ. അമ്മയുടെ ചോറിട്ടൊക്കെ കഴിഞ്ഞ് അമ്മ പാലട അവിടെ കോരി ഒഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഷുഗറൊന്നുമില്ല കേട്ടോ. അമ്മ അടിപൊളിയാ. അമ്മ ആദ്യമേ പായസം കൊടുത്തു. അതിൻ്റെ മീത പപ്പടം ഒരു ഞെരിക്കാണ്. ഇന്ന് ഞാൻ തകർക്കും ഇതൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഇരിക്കണേ. അപ്പോൾ നല്ലോണം ഒരു 2-3 ടീസ്പൂണായിട്ട് 3 കയ്യിൽ പായസം കൊടുത്ത് അമ്മ തിമിർത്തു. അപ്പോൾ ഇന്ന് തകർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പപ്പടം ആദ്യം കുഴച്ചു. അതേപോലെ ഞാലിപ്പൂവൻ്റെ പഴകൂടി പറഞ്ഞോട് എടുത്ത് അമ്മ തട്ട് വയ്ക്കാമാണ്. ഇത് കണ്ട. ആഹാ, ഇങ്ങനെയാണ് പഴയ കാലത്തെ ആൾക്കാർ കണ്ട പപ്പടവും പഴവും പായസം കഴിച്ചു കണ്ട മക്കളെ. ഈ 76ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ പായസം കഴിക്കണ കണ്ട. അടുത്തത് ഞങ്ങളുടെ പാറു പായസവും പപ്പടവും പഴവും പായസം കൂടി വിഷമിച്ചിട്ട് കഴിക്കണ കേട്ടോ. ഇവിടെ ചോറൊക്കെ തിന്നാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തില്ല. ആ സമയം ഞങ്ങളുടെ മാളൂസ് നോക്കിക്കോട്ടെ, അത് നീന്തി വന്ന് പപ്പടവും പഴവും പായസം അടിക്കണത് നോക്കി അടിച്ചട കിടന്നിട അടിക്കണത്. ദൈവമേ, അവള് കുഴപ്പമില്ല കേട്ടോ. അവള് പൊളിയാ. അതെ, അവള് പാറു പിന്നെയും തകർക്കണു, മാളൂട്ടിയും തകർക്കണു. പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തിരുന്ന് പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. പാത്രം കാലിയാവുന്നതാണ് നമ്മുടെ സന്തോഷം. അല്ലെങ്കിൽ ഹാപ്പി വിഷു ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ സലാഡ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പപ്പടം പഴം പായസം ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയണു, അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല ഭക്ഷണം. ഞാൻ ഉണ്ടാക്കാറ് അത്യാവശ്യം വിശേഷങ്ങളിലൊക്കെ നമ്മൾ അടുക്കളയിൽ കയറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണിയെടുക്കണതിനൊന്നും മടിയൊന്നുമില്ല. അപ്പോൾ ആസ്വദിച്ചിരുന്ന് തിന്നാലോ. നമ്മൾ ലാസ്റ്റ് മാനാണ്. അപ്പോൾ നമ്മൾ പയ്യനൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് നമ്മൾ പയ്യനെ പോവാറ്. പിന്നെ ബാക്കി കൂട്ടിന് വേണ്ടി മറ്റുള്ളവരൊക്കെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക, പായസം വിചാരിച്ച പോലെ അല്ലായിരുന്നു. പിന്നെ അങ്ങനെ പാലടയും പപ്പടവും പഴവും കൂട്ടി ഞങ്ങളുടെ അഭിനയ് അങ്ങനെ ഞെരിക്കുകയാണ്. അപ്പോൾ അവനൊരു പപ്പടം എടുത്തു, പോരാഞ്ഞിട്ട് രണ്ടാമത്തെ പപ്പടം എടുത്ത് കൈ പിടിച്ചേക്കാണ്. അവനും പപ്പടവും പാലട പായസവും പഴവും കൂട്ടി നല്ല
അതിനിഷ്ടമായി എന്നാ പറഞ്ഞത്. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇത്തിരി പായസം കഴിക്കണ്ടേ, ആരുടെയാണ്. നമുക്കും നിലവിൽ ഇപ്പൊ ഷുഗറൊന്നും ഇല്ല, എന്നാലും രണ്ടു കയ്യിലിരിക്കട്ടെ. അപ്പോഴും പപ്പടവും പഴവും പായസവും ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഒരു 2-3 പ്രാവശ്യമെങ്കിലും പായസം കൂട്ടി കഴിക്കുന്ന ഒരാളാണ്. പായസം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഗോതമ്പിൻ്റെ പായസമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും എന്നുള്ളൊരിതിലാണ്. പക്ഷേ ഇത് എത്രത്തോളം ഗുണവാനാണെന്നുള്ള കാര്യത്തിൽ തീരുമാനറിയാം. പിന്നെ ഇത് പഞ്ചസാരയാണ്. നമ്മൾ ഗോതമ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് പഞ്ചസാരയല്ല, ശർക്കരയാണ്. അപ്പോൾ വയറിന് സംബന്ധമായ അസുഖങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. പാലട ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വീട്ടിൽ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം മധുരമുള്ളൂ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സക്സസ്സായി. പാലട പായസം വീട്ടിൽ വെച്ചത് സക്സസ്സായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും കഴിച്ചു, എല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തക്കാളി, പൈനാപ്പിള്, ക്യാരറ്റ്, സവോള, കുക്കമ്പർ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു കടി പാറു ഞെരിക്കാണ് പാറു. ആഹാ. അപ്പോൾ ഇവർക്ക് സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ്, തക്കാളി, കുക്കമ്പർ, തണ്ണിമത്തൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു സലാഡാണ്. എല്ലാം സൂപ്പറായി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പാറുവിനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ അഭിനയിക്ക് പായസവും പപ്പടം പഴം പായസം കഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഞങ്ങൾ വിഷുവിന് വൈകിട്ട് പെങ്ങളളിയനും പിള്ളേരൊക്കെ വരുമ്പോൾ പടക്കം പൊട്ടിക്കാറുണ്ട്. ഇന്ന് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു, എൻജോയ് ചെയ്യൽ വേണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ ഈ മോന് കാല് സുഖമില്ലാണ്ട് കിടക്കണോണ്ട് അവനൊരു ഫീലിങ്സ് വരണ്ട, അവൻ പറഞ്ഞെങ്കിലും പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ പടക്കവും ഗുണ്ടൊക്കെ മേടിച്ച് മത്താപ്പ് മേടിച്ച് കത്തിച്ചേനെ. പക്ഷെ അവന് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ അര വരെ നമ്മുടെ അവിടെ അവന് പ്ലാസ്റ്റിക് ഇട്ടൊക്കെയാണ്. അപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഫീലിങ്സ് ആയിരിക്കും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കത്തിക്കണ. അപ്പോൾ അടുത്ത കൊല്ലം വിഷുവിന് കാണാമെന്നും പറഞ്ഞുകൊണ്ട്